ഗൾഫ് രാജ്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സമ്പന്നമായിട്ടുള്ള ജീവിത രീതികളും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ കെട്ടിടങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ ദാരിദ്ര്യമുണ്ടോ എന്നുള്ള ചോദ്യം ആരിലും ഒരു സംശയം ഉണ്ടാക്കുക സ്വാഭാവികമാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. UN കീഴിലുള്ള ESCWA, അതായത് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ വെസ്റ്റ് ഏഷ്യ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഗൾഫിലെ അതിസമ്പന്ന രാജ്യങ്ങളിൽ പോലും സ്വന്തം പൗരന്മാർക്കിടയിൽ അടിസ്ഥാന ജീവിത ചെലവുകൾ താങ്ങാൻ കഴിയാതെ ജീവിക്കുന്ന ദരിദ്രരായ വിഭാഗങ്ങളുണ്ട്. അതാത് രാജ്യത്തെ പൗരന്മാരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കുകളാണ് കഴിഞ്ഞ ദിവസം UN ഈ സംഘടന പുറത്തുവിട്ടത്. ഖത്തറിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ പ്രതിമാസം ഏകദേശം 14,400 ഖത്തർ റിയാലിന് താഴെ മാത്രം വരുമാനമുള്ള ഒരു ഖത്തർ പൗരൻ ഈ കണക്ക് പ്രകാരം ദരിദ്രനാണ്. ഓർക്കുക, ഇത് ഏകദേശം ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3,20,000 രൂപയോളമായി. കുവൈത്തിനെ കണക്കാക്കുമ്പോൾ കുവൈത്തിൽ ഒരു മാസം 920 കുവൈത്തി ദിനാറിന് താഴെയാണ് ഒരു കുവൈത്തി പൗരന്റെ വരുമാനമെങ്കിൽ അയാൾ ദരിദ്രനാണ്. ഇന്ത്യയിലെ സംഖ്യ വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം 2.5 ലക്ഷം രൂപയോളം വരും. അത്രയും വരുമാനത്തിന് താഴെയുള്ള ആള് കുവൈത്തിൽ ദരിദ്രനാണ്. സൗദി അറേബ്യയിൽ പ്രതിമാസം 5,400 റിയാൽ താഴെയാണ് ഒരു സൗദി പൗരന്റെ വരുമാനമെങ്കിൽ അയാളും ദരിദ്രനാണ്. ഇന്ത്യയിലെ രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ 1.5 ലക്ഷത്തോളം രൂപ വരുമാനമില്ലെങ്കിൽ, പ്രതിമാസ വരുമാനമില്ലെങ്കിൽ സൗദിയിൽ ഒരാള് ദരിദ്രനായാണ് കണക്കാക്കുന്നത്. UAE പ്രതിമാസം 4,500 ദിർഹം വരുമാനമില്ലാത്ത ഒരു UAE പൗരൻ ദരിദ്രനായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് ഏകദേശം 1,10,000 രൂപ വരും. ബഹ്റൈനിൽ 490 ബഹ്റൈനി ദിനാർ വരുമാനമില്ലാത്ത ഒരു ബഹ്റൈൻ പൗരൻ ദരിദ്രനായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് ഏകദേശം 1,08,000 രൂപ വരും. ഈ വരുമാനത്തിന് താഴെയുള്ള ഒരു ബഹ്റൈനി പൗരൻ ബഹ്റൈനിലെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവിടെ ദരിദ്രനാണ്. 374 ഒമാനി റിയാൽ പ്രതിമാസം വരുമാനമില്ലാത്ത ഒരു ഒമാനി പൗരൻ ഈ കണക്കുകൾ പ്രകാരം ദരിദ്രനാണ്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 81,000 റിയാൽ വരുമാനമില്ലാത്ത ഒമാനി പൗരൻ ഒമാനിലെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് കണക്കാക്കുമ്പോൾ അയാൾ ദരിദ്രനാണ് എന്നാണ് ഈ കണക്ക് പ്രകാരം പറയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യങ്ങളുടെ ഒരു പട്ടികയാണ്. 1-ാം സ്ഥാനത്തുള്ളത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ 7 പേരെ എടുത്താൽ അതിൽ ഒരാൾ ദരിദ്രനായിരിക്കും എന്നാണ് പുതിയ കണക്ക് പ്രകാരം പറയപ്പെടുന്നത്. ഏകദേശം സൗദി അറേബ്യയുടെ ജനസംഖ്യയുടെ 13% ദരിദ്രരാണ്. രാജ്യത്തിന്റെ വലിയ വലിപ്പവും ജനസംഖ്യയും പൗരന്മാർക്കിടയിലെ സാമ്പത്തിക അസമത്വങ്ങളും ഇതിന് കൂടുതൽ കാരണമാവുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 2-ാം സ്ഥാനത്തുള്ളത് ഒമാനാണ്. ഒമാനിൽ 10% ആളുകൾ ദരിദ്രരാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 10-ൽ ഒരാൾ ദരിദ്രനാണ്. ഒമാനിലെ ജീവിത ചെലവുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും വരുമാന പരിധിയിലേക്ക് എത്താൻ ഒമാനികൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഈ പഠനങ്ങളിൽ നിന്ന് പറയുന്നത്. 3-ാം സ്ഥാനത്തുള്ളത് ബഹ്റൈനാണ്. 7.5% ബഹ്റൈനികൾ ദരിദ്രരാണ്. അതായത് ജനസംഖ്യയിൽ 13 ബഹ്റൈനികളെ കണക്കാക്കിയാൽ അതിൽ ഒരാൾ ദരിദ്രനാണ് എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 4-ാം സ്ഥാനത്തുള്ളത് UAE ആണ്. UAE 1.9% മാത്രമാണ് ദാരിദ്ര്യ നിരക്കുള്ളത്. അതായത് 50 പേരെ എടുത്താൽ അതിൽ ഒരാൾ മാത്രമാണ് ദരിദ്രൻ. ഇത്ര വലിയൊരു നേട്ടം UAEക്ക് നേടിയെടുക്കാൻ സാധിച്ചത് പൗരന്മാർക്ക് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷ, സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷ ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്നാണ് പറയപ്പെടുന്നത്. 5-ാം സ്ഥാനത്തുള്ളത് കുവൈത്താണ്. കുവൈത്തിൽ 1.4% മാത്രമാണ് ദരിദ്രർ ഉള്ളത്. അതായത് 100 പേരിൽ അതിൽ ഒരാൾ മാത്രമാണ് ദരിദ്രൻ. കുവൈത്തിൽ ദാരിദ്ര്യം ഇല്ലാതാവാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് കുവൈത്തി സർക്കാർ പൗരന്മാർക്ക് നൽകുന്ന വലിയ ആനുകൂല്യങ്ങൾ തന്നെയാണ്. ഈ പട്ടികയിൽ 5-ാം സ്ഥാനത്തുള്ളത് ഖത്തറാണ്. ഖത്തറിൽ കേവലം 0.4% മാത്രമാണ് ദരിദ്രരുള്ളത്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും സാമ്പത്തികമായിട്ട് ഏറ്റവും പണമുള്ള ആളുകൾ ഖത്തരികളാണ്. 0.4% എന്ന് പറയുമ്പോൾ 1000 പേരെ എടുത്താൽ അതിൽ കേവലം 4 പേര് മാത്രമാണ് ദരിദ്രരായിട്ട് ഖത്തറിലുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. പൗരന്മാർക്ക് ലഭിക്കുന്ന ഉയർന്ന രീതിയിലുള്ള ആനുകൂല്യം തന്നെയാണ് ഇതിന് പ്രധാന കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഇതിനൊക്കെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്തരത്തിലാണ് ദാരിദ്ര്യം അളക്കുന്നത് എന്നുള്ളത്. ഗൾഫിലെ രാജ്യങ്ങളുടെ ജനങ്ങൾക്കിടയിലെ ശരാശരി ഗാർഹിക ചിലവും സാമ്പത്തിക സ്ഥിതി മുൻനിർത്തി UN ദാരിദ്ര്യ രേഖാ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് പോവർട്ടി ലൈൻ. ഒരു കുടുംബത്തിന്റെ പ്രതിമാസ വ്യരവും ചിലവും ഈ രേഖക്ക് താഴെയാണെങ്കിൽ അവരെ ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ളവരായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ?
ഇന്ത്യൻ രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ ഒരു വലിയ സംഖ്യയായിട്ട് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് തോന്നും. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, ഗൾഫിലെ ജീവിത ചെലവെന്ന് പറഞ്ഞാൽ ഭീമാകാരമായിട്ടുള്ള ജീവിത ചെലവാണ് ഗൾഫിലുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ പണപ്പെരുപ്പവും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന വലിയ ശമ്പളം അവിടെ ഒരു മാസം പോലും ജീവിക്കാൻ ആവശ്യമായ സംഖ്യ പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് പ്രതിമാസം 1-2 ലക്ഷം രൂപ വരുമാനം എന്ന് വെച്ചാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് ലക്ഷറിയാണ്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ ഉയർന്ന വാടക നിരക്ക് നമുക്കറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ മിക്ക ആളുകൾക്കും സ്വന്തമായി വീട് ഇല്ലാത്തവരാണ്. വീട് നിർബന്ധം എന്നുള്ളത് നമ്മുടെ കേരള സമൂഹത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതയാണ്. ലോകത്തെവിടെയും അങ്ങനെ നിർബന്ധമില്ല. മിക്ക ആളുകളും വാടകയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്. ഗൾഫിലും അത്തരത്തിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ ഇന്ത്യൻ രൂപയിൽ ഏകദേശം 2.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു സൗദി പൗരന് അവിടുത്തെ ഉയർന്ന വാടക നിരക്കും കുട്ടികളുടെ സ്കൂൾ ഫീസും വെള്ളം, കറന്റ് പോലുള്ള ചെലവുകളും ഇന്ധന ചെലവുകളും ഭക്ഷണ ചെലവുകളും കണക്കാക്കുമ്പോൾ 2.5 ലക്ഷം എത്ര ചെറിയ തുകയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം ഗൾഫിലൊക്കെ കറന്റിനും വെള്ളത്തിനും ഒക്കെ വലിയ രീതിയിലുള്ള ബില്ല് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾക്കും വലിയ രീതിയിൽ വില നൽകേണ്ടതുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള ജീവിത നിലവാരം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ 2.5 ലക്ഷം രൂപയ്ക്ക് ആഡംബരമായി ജീവിക്കുന്ന ഒരാൾക്ക് ഇതേ തുക ഗൾഫിലുള്ള ഒരു പൗരന് ശമ്പളമായിട്ട് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അത് പലപ്പോഴും തികയാതെ വരുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വലിയ ശമ്പളം ലഭിച്ച് അവിടെ ജീവിക്കുന്നവർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തുടങ്ങുന്ന വളരെ വിനീതമായ മറ്റു വഴിയുമായി ഒട്ടുമിക തന്നെ കാണുന്ന പ്രതീക്ഷയുടെ